ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുള്ളത് തിരുവല്ലയിലാണുള്ളത്. തിരുവല്ലയിലെ സീ വേൾഡ് കാഴ്ചകൾ കാണാനായിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പം അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരുപാട്, കാരണം അതായത് നമ്മൾ കടലിനുള്ളിലുള്ള ഫിഷുകൾ, മത്സ്യങ്ങളെയൊക്കെ കാണുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ അന്നേരം നമ്മളെന്താ അവിടെ പോയതാണ്. അവിടെ നിന്ന് മുമ്പിൽ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്നിട്ട് ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെന്താ അതിനുള്ളിൽ കയറാനായിട്ട് എന്തായാലും നമുക്ക് ഓരോ ടിക്കറ്റ് എന്തായാലും എടുക്കണം. ഞാൻ ടിക്കറ്റെല്ലാം എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് വന്നതാണ്. നമുക്കുള്ളിലെ കാഴ്ചകളെല്ലാം കാണാനായിട്ട് ക്യൂ നിന്നിട്ട് അവർ ഓരോ സമയത്തും വിളിക്കും. നമ്മൾ ടിക്കറ്റെല്ലാം എടുത്ത് ഉള്ളിലേക്ക് കയറുന്നതാണ്. അതിൻ്റെ മുകളിൽ തന്നെ നമുക്കൊരു ഫോട്ടോ കാണാം, ഒരു ഞണ്ടിൻ്റെ ഒരു രൂപം വെച്ചിട്ടുള്ളൊരു ഫോട്ടോ. അതാണ് അതിൻ്റെ വെൽക്കമായിട്ട് തന്നെ വെച്ചേക്കുന്ന ബോർഡ്, അങ്ങനെ തന്നെയാണ്. പിന്നെ ഉള്ളിലേക്ക് ഒരാളുണ്ട്, ടിക്കറ്റ് നമ്മൾ കൊടുത്ത് അവർ നമുക്കത് പാതി കയറിയിട്ട് തരും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ്. കയറുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ നമ്മളെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താജ്മഹലാണ്. താജ്മഹലിനകത്ത് കുറേ മത്സ്യങ്ങളല്ല, അതുപോലെ തന്നെ സീ വേൾഡ് എന്ന് എഴുതി 2024 എന്ന് എഴുതിയിട്ടുള്ള ഒരു വാട്ടർ ടണൽ മറൈൻ എക്സ്പോ എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോർഡും, ഇപ്പുറം തന്നെ ഒരു മത്സ്യകന്യകയുടെ ഫോട്ടോയുണ്ട്. അവിടെ നിന്ന് ഞങ്ങളൊരു ഫോട്ടോ എല്ലാം എടുത്ത് അതുപോലെ തന്നെയാണ് താജ്മഹലിനകത്ത് ഒരുപാട് ഫിഷുകൾ. അതാണ് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ അതാണ് കാണുന്നത്. താജ്മഹലിനകത്ത് ഒരുപാട് ഫിഷുകളല്ലായിട്ട് അതായത് പല കളറിൽ നമുക്കൊരു ബ്ലാക്കും വൈറ്റും ഒക്കെ കളറിലായിട്ടുള്ള പല ചെറിയ കുഞ്ഞു ഫിഷുകളെ തന്നെ കാണാം അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കാണാനുണ്ട്. നമ്മൾ കടലിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് നമ്മൾ ആനിമൽ പ്ലാന്റിലും ഡിസ്കവറിലൊക്കെയാണ് കാണാറുള്ളത്. പക്ഷേ നേരിട്ട് നമുക്ക് ഒരു കുറേയധികം ഫിഷുകളെ കാണുമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് മീനുകളെല്ലാം, ചെറിയ കുഞ്ഞു മീനുകളെ, പലതരത്തിലുള്ള പല കളറിലുള്ള മീനുകളെല്ലാം കാണാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിലോട്ട് ഞങ്ങൾ കയറുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറി പോകുന്നതാണ്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയതാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കാരണം തിരുവല്ല എനിക്ക് ഒന്ന് തുടങ്ങിയിട്ട് കുറേ ദിവസമായി. 3-ാം തീയതി മെയ് 3-ന് സ്റ്റാർട്ട് ചെയ്തതാണ്. 29 വരെ ഉണ്ടായിരുന്നു എന്തായാലും എക്സിബിഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു 15-ാം തീയതിയാണ് ഞങ്ങൾ പോയത്. 15-ാം തീയതി ഞങ്ങൾ തിരുവല്ലയിൽ പോയത്. ഒരാവശ്യമായിട്ട് പോയിരുന്ന സമയത്ത് ഇത് കണ്ടു, ഇത് കയറുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫിഷുകളെ കണ്ടു. പല തരത്തിലുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് ഫിഷുകൾ. നല്ല എന്താണ്, നമുക്ക് ഉള്ളിൽ കൂടെല്ലാം കയറുന്ന സമയത്ത് ഒരു കടലിനുള്ളിൽ കയറിയ പോലെ, കടലിനുള്ളിൽ കൂടെ പോകുന്നതിനൊരു ഇതാണ്, നമുക്കൊരു ഫീലിംഗ് ആണ് തോന്നുന്നത്. അക്കൂറത്തിൽ ഒരുപാട് ഫിഷുകളുണ്ടായിരുന്നു. ചെറിയ കുഞ്ഞു ഫിഷുകളും പല കളറിലുള്ള ഒരു കൂട്ടമായിട്ട് നിൽക്കുന്ന പലതരത്തിലുള്ള ഫിഷുകളെല്ലാം കണ്ടു. അതിലെനിക്ക് പ്രത്യേകം ഈ ചെറിയ മീനുകളെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട്. പല കളറിലുള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കുറേ നേരം കണ്ണെടുക്കാതെ നോക്കി ഇന്ന് ഫിഷുകളെ കണ്ടിട്ട് തന്നെ. ചെറിയ ഫിഷുകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ കണ്ട് ഞങ്ങൾ ഇനിയിപ്പം നമ്മൾ കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്നത് പോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കാണാനായിട്ട് പോകുന്നതാണ്. കുറേ ഫിഷുകളെല്ലാം ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് ചില മണ്ണെല്ലാം ഒരു സൈഡിലോട്ട് നീക്കി കളയും. ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ കുറേ ഇതായിട്ട് ഓരോ ഫിഷുകളും പലതരത്തിലുള്ള പല ഫിഷിനും പല പേരുകളാണ്. അതിൻ്റെ ഒന്നും പേരുകളൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. വലിയ ഫിഷിനെയൊക്കെയാണ് നമ്മൾ കരിമീൻ പോലെയൊക്കെയുള്ള അതിലും വലിപ്പമുള്ള വലിയ ഫിഷുകളെല്ലാം പല കളറിലുള്ള ഒരുപാട്. ചില ഫിഷിനേക്കാളും നല്ല ചെതുമ്പലൊക്കെ ആയിട്ടുള്ള വലിയ ചുമന്നിട്ടുള്ള നല്ല ഫിഷ്. ഇടയ്ക്കിടയ്ക്കൊന്ന് അതിൻ്റെ കണ്ണടിച്ചിൽ കുടുങ്ങിങ്ങനെ ഞാൻ തൊട്ട് നോക്കി. അത് ആ ഒരു ഫിഷ് മാത്രം ഞങ്ങൾക്ക് വേണ്ടി ക്യാമറയ്ക്ക് മുമ്പിൽ പോസ്റ്റ് ചെയ്ത് തന്നതാണ്. ഒന്ന് വായൊന്ന് തുറന്ന് കാണിച്ച്. പിന്നെയുള്ള വെളുപ്പും ചുമന്നൂടെ കളഞ്ഞിട്ടുള്ള നല്ല കുറേ ഫിഷുകൾ. വെള്ളയ്ക്കകത്ത് ചെറിയ ചുമന്നിട്ടുള്ളൊരു ചെറിയ ഫിഷ്. പിന്നെയുള്ള എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ഈ കുഞ്ഞ് പല കളറിലുള്ള നമുക്ക് ശരിക്കും കയറി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല എന്ത് ഭംഗിയാണ് ഓരോന്നിനെ കാണാന്ന് വെച്ചാൽ നല്ലൊരു, അതായത് ഒരുപാട് ഫിഷുണ്ട് അങ്ങനെ തന്നെ പല കളറിൽ തന്നെ.
ഞങ്ങൾ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ്. ഇത് ഇത്രയും ഞങ്ങൾ പുറത്തെ സൈഡിൽ നിന്നാണ് കണ്ടത്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് മേലെ തൊട്ടുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണ്. ഞങ്ങളിവിടെ കയറുന്ന സമയത്ത് തന്നെ എന്താ ഭംഗി എന്ന് വെച്ചാൽ കടലിൻ്റെ അടിത്തട്ട് പോലെ തന്നെ നമുക്ക് കടലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന രീതിയിൽ തന്നെയാണ്. നമുക്ക് മേലെ നിന്നിങ്ങനെ ഫുള്ളും കവർ ചെയ്തിട്ട് വെള്ളം ഫുള്ളും ഇതായിട്ട് കവർ ചെയ്തിട്ടുള്ള അതിനകത്ത് ഒരുപാട് ഫിഷ്. നമ്മൾ പുറത്തുനിന്ന് ഒരു പാതിയാണ് കണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് ഫിഷ്, പല കളറിലുള്ള ഫിഷായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ്. പോകുന്ന സമയത്തെല്ലാം നമ്മളിങ്ങനെ പോകുമ്പോൾ അടിയിൽ നിന്നെല്ലാം നോക്കുമ്പോൾ എല്ലാം ഫിഷാണ് ഫുള്ളും. അതും നല്ല ഭംഗിയുള്ള കുറേ ഫിഷുകൾ കണ്ടിട്ട് തന്നെ വല്ലാതെ എന്താ നമുക്ക് ഇതുപോലെ നമ്മളുള്ള കാഴ്ചകളൊക്കെ എനിക്ക് തോന്നുന്നു ചെറിയ കാലത്ത് ഇങ്ങനെ അനിമൽ പ്ലാന്റ് ഡിസ്കവറിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പം പണ്ടേ നമ്മൾ മറ്റ് ഇങ്ങനെ മൃഗങ്ങളുടെയും ഫിഷുകളുടെയും കടലിൻ്റെ അടിത്തട്ടിലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതാ ഞങ്ങളൊരു ഫോട്ടോയൊക്കെ അവിടെ നിന്ന് പോസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് എന്തായാലും കാണാനായിട്ടുണ്ട്. ഞങ്ങളവിടെ നിന്ന് കുറേ മീനുകളെല്ലാം കണ്ടു. അതിന് വലിയ മീനുകളെല്ലാം തന്നെ ഉണ്ട്, വലിയത്. ഞങ്ങൾ ഓരോ ഫോട്ടോ അവിടെ നിന്നും എടുത്തു. ചെറിയ ചെറിയ മീനുകളെ കണ്ടു, അതിലും വലിയ ഇത്തിരിയുടെ വലിപ്പം വെച്ച ചെറിയ മീനുകളെ കണ്ടു. ഇനിയാണ് നോക്ക് മക്കളെ, വലിയ മീനെ കണ്ടു, വലിയ മീൻ. ഞാനെന്നറിയാം പ്രവീണിനോട് ചോദിച്ചു ഇത് എത്ര കിലോ കാണും. വേട്ടം 2-3 കിലോയുടെ അടുത്ത് എന്തായാലും മീൻ കാണുമെന്നുള്ളത്. വലിയ മീനായിട്ടുള്ള വലിയ മീനുകൾ. നമ്മൾ കടലിൽ നിന്നൊക്കെ പിടിച്ച് വലയ്ക്കകത്തൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന മീനുകളെ, ചില മീനുകളെല്ലാം കിട്ടിയിട്ട് പറയത്തില്ല നമ്മൾ ഇത്ര ഇതായിട്ടുള്ളത് കിലോ കണക്കിനുള്ള വലിയ മീൻ. അതേപോലെ തന്നെ വലിയ മീനുകളുണ്ട്. പിന്നെ ഒരു വലിയൊരു ചെറിയ മീനെ ഞങ്ങൾ അടുത്ത് നിന്ന് നോക്കി. അത് വായും തുറന്ന് ഇങ്ങനെ കുറേ നേരം നിൽപ്പുണ്ടായിരുന്നു. ഇതാണ് വെള്ളസുന്ദരി. മൊത്തത്തിൽ വെള്ള കളറിലുള്ളത്, വേറെ കളറുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വെള്ളസുന്ദരി. കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇതാ വെള്ളസുന്ദരി എന്ന്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താ കുറേ മഞ്ഞ സുന്ദരികളും, അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു മീനും നമ്മൾ സീമ്ര കണ്ടില്ല അതേപോലെ ടൈപ്പിലുള്ള കളറിലുള്ള ചെറിയ മീനുകളും, പിന്നെ ഇത്തിരിയുടെ വലിപ്പം വെച്ച കളറിലുള്ള പലതരത്തിലുള്ള വലിപ്പം വെച്ച ഫിഷുകളും. ഇതാ സീമ്രകളെല്ലാം സീമ്രക്കുട്ടന്മാരെയൊക്കെ ഒരുപോലെ ഒന്നിച്ചിട്ടേക്കുന്നു. നിങ്ങൾ അവിടെ നിന്നുള്ള കാഴ്ചകളെല്ലാം കണ്ടിറങ്ങി. ഇനിയിപ്പം ഞങ്ങൾ പോകുന്നത് മത്സ്യകന്യകയുടെ അരികിലേക്കാണ്. മത്സ്യകന്യകയുടെ കാഴ്ചകൾ കാണാം. മത്സ്യകന്യക ഇതാ മത്സ്യകന്യക വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് ആളുകളുണ്ട്. കാരണം 3-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അവിടെ കുറേ ദിവസം. കാരണം അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഓരോ ബാച്ച് സെക്ഷനായിട്ടാണ് അവർ വെള്ളത്തിൽ ഇറങ്ങുകയും എടുക്കുകയെല്ലാം ചെയ്യുന്നത് തന്നെ. ഓരോ ബാച്ച് വരുന്നതിനനുസരിച്ചിട്ട്
ഇതിങ്ങ് മുറിച്ചുവിടുക ഇത്രയേ ഉള്ളൂ പറയാനായിട്ടുള്ളൂ.